അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി UK 2024 സ്റ്റുഡൻസ് കയറി വന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ പോയി എന്ന കാര്യമാണ്. ഓക്കെ, പീസ് മീ ഷാരോൺ. വെൽക്കം ടു ഷാരോൺസ് ബ്ലോഗ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പം UK കയറി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല. കാരണം ഞാൻ വന്നിട്ട് അധികം ആയില്ല. ഇപ്പം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് UK നിയമം. ചിലപ്പോൾ അങ്ങോട്ടും ചാടാം, ചിലപ്പോൾ ഇങ്ങോട്ടും ചാടാം. കൂടുതലും അങ്ങോട്ട് ചാടാനാണ് സാധ്യത. കാരണം അറിയാലോ, സ്റ്റുഡൻസ് ഇനി തൊട്ട് ഇപ്പോൾ ജനുവരിയിലേക്ക് വരുന്നവർക്കൊന്നും സ്പോർട്സിന് കൂട്ടാൻ പറ്റില്ല. കെട്ടിലെ പിള്ളേരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. വരിക, പഠിക്കുക, പോവുക, ആ പരിപാടി. അതുപോലെ തന്നെ ഇതിൻ്റെ വരുന്നൊരു നിയമമാണ് PSW. അതായത് UK എന്ന് പറയുന്ന രാജ്യം പഠിക്കാൻ വേണ്ടി മാത്രമുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പം ഇനി വരുന്നവർ, അതായത് ആ നിയമം ഇത് ഏപ്രിൽ തൊട്ട് വരും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ നിയമം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഇപ്പോൾ പഠിത്തം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ PSW അപ്ലൈ ചെയ്യണം. അതായത് കോഴ്സ് കഴിഞ്ഞ് PSW അപ്ലൈ ചെയ്യണമെങ്കിൽ അവർ പറയുന്നത് അവർ പഠിച്ച കോഴ്സ് ജയിച്ചാൽ മാത്രം പോരാ, ഇത്ര പെർസെൻറ്റേജ് മാർക്കും വേണം, എന്നാൽ മാത്രമേ അവർക്ക് PSW കിട്ടുള്ളൂ. ഇനി ഏതെങ്കിലും കോളേജിൽ ഏതെങ്കിലും കോഴ്സ് പഠിച്ച് ഇത്ര ശതമാനം മാർക്ക് മേടിച്ചാൽ മാത്രം പോരാ, അതായത് ഈ ഗവൺമെൻറ് പറയുന്ന അത്ര ഗ്രേഡുള്ള കോളേജിൽ പഠിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ അവർക്ക് PSWനുള്ള അപ്ലൈ ചെയ്യാനുള്ള, അതായത് അങ്ങനെ അതിനൊരു നിയമാവലി ഇല്ല. അങ്ങനെ ഒരു പരിപാടി സ്റ്റുഡൻസിന് അധികമാകാതെ വരും. അതായത് ഈ നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു നിയമം മുമ്പോട്ട് വച്ചിട്ട് ഉണ്ട് എന്ന് മാത്രമല്ല, ഇത് എന്ന് വരും, ഇനി വരുമോ വരികയില്ലയോ ഒന്നും പറയാൻ പറ്റുകയില്ല. കാരണം ഇപ്പം UK പഠിക്കുന്നവരാണെങ്കിലും അവർ പഠിച്ച കോഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ജോലിയല്ല ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നത്. അത് കിട്ടണ്ടേ, കിട്ടാതെ എങ്ങനെ ചെയ്യുന്നേ അല്ലേ? പിന്നെ ഈ നിയമം ഇപ്പം ഇവിടെ പഠിക്കുന്നവർക്ക് ബാധകമല്ല എന്നും പറയുന്നു. ഇതൊന്നും എനിക്കറിയത്തില്ല. കാരണം ഈ നിയമം എന്നാണോ പാസ്സാകുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഇന്ത്യക്കുള്ളവർക്ക് തൊട്ടാണ് ഈ നിയമം ബാധിക്കുന്നതെന്ന് പറയുന്നു. അതും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറയുന്നു. പലരും പല രീതിയിലാണ് പറയുന്നത്, ഒന്നും നമുക്കറിയത്തില്ല. അപ്പം ജനുവരി ഇന്ത്യക്ക് വരുന്നവർ കയറി പോരട്ടെ. അത് നമുക്ക് വന്നതിന് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. രണ്ട് കളിപ്പിച്ച് കയറി പോരുക, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇനി വരാനിരിക്കുന്നവരാണെങ്കിലും പഠിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം കയറി പോകുന്നാൽ മതി. അത് മാത്രമല്ല, വീട്ടിൽ കാശുള്ളവർ മാത്രം കയറി പോരുക. കയ്യിൽ ലോൺ എടുത്തും അങ്ങനെ ഇങ്ങനെ എടുത്തൊന്നും കയറി പോരാൻ നിൽക്കണ്ട. ഇനി വീട്ടിൽ കാശുണ്ട്, സെം ഫീസ് അടയ്ക്കാൻ കാശുണ്ട്, പഠിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത്. അങ്ങനെയുള്ള ബുദ്ധിജീവികൾ മാത്രം ഇനി UK കയറി വരിക. അല്ലാതെ ഈ തട്ടിക്കൂട്ടി കോഴ്സ് ജയിച്ചിട്ട് വേറെ പണിയെടുക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ഇനി നിയമം പാസ്സായി കഴിഞ്ഞ് കയറി വരാൻ നിൽക്കുന്നവർ വരരുത്. കാരണം PSW കിട്ടിയാൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരും. ഇനി ഞാൻ വരണ്ട എന്ന് പറഞ്ഞ് ആരും വരാതിരിക്കേണ്ട. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ തന്നെ നോക്കുക. മൊത്തത്തിൽ ഓൺലൈൻ വഴി ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇനി വന്നാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സെപ്റ്റംബർ, അതായത് 24 സെപ്റ്റംബർ മെയ് ഒക്കെ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവർ വരാതിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏജൻസികളെയൊക്കെ കൺസൾട്ട് ചെയ്യുമ്പം അവർ ഓർക്കുക, അവരും നമ്മളെ പഠിക്കാൻ വേണ്ടിയാണ് കയറ്റി വിടുന്നത്. അവർ ആ ഒരു രീതി മാത്രമേ നമ്മളെ കയറ്റി വിടുള്ളൂ. അല്ലാതെ അവർ പറ്റിച്ചു, അവരങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നോക്കുന്നത് നമ്മളെ ഒരു കോളേജിൽ സീറ്റ് എടുത്ത് നമ്മളെ കയറ്റി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി UK വരുന്നവരെന്തായാലും കയ്യിൽ ദുഡുള്ളവർ മാത്രം കയറി വരിക. അല്ലാതെ ലോൺ എടുത്ത് വന്നു കഴിഞ്ഞാൽ ശരിയായില്ല. പിന്നെ വരുന്നവരാണെങ്കിലും ഇപ്പോൾ ജനുവരി ഇന്ത്യക്ക് വരുന്നവരാണെങ്കിൽ ഒരു അടുത്ത സെമ്മിനേക്കുള്ള കാശും കൂടി ഒന്ന് കരുതി വെച്ച് കണക്കെട്ടോ. കാരണം ഇവിടെ വന്നിട്ട് പാർട്ടി എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിക്കുന്നവരാണെങ്കിൽ 3 കാര്യം ചിന്തിച്ചാൽ മതി. ഇങ്ങോട്ട് ആരെയൊക്കെ വരേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ സാമ്പത്തികമായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വരാം, പഠിക്കാൻ നല്ല കഴിവുള്ളവർക്ക് വരാം, ഈ പാർട്ട് ടൈം ഒന്നും ചെയ്യേണ്ട, ഞാൻ പഠിത്തം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളവർക്കും കയറി വരാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ധൈര്യം കയറി പോരാം. അതൊന്നും കുഴപ്പമില്ല. നല്ല കോളേജ് എടുക്കുക, നല്ല കോളേജ് എടുക്കുക, നല്ല കോഴ്സ് എടുക്കുക, വരിക, പഠിക്കുക, പോവുക. അത് മാത്രമേ ഇനി മെയ് സെപ്റ്റംബറിലേക്ക് വരുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞ പോലെ തന്നെ ഈ നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വന്നാൽ എല്ലാവരുടെ കാര്യം പോക്കാം എന്നാണ് പറയുന്നത്. ഒന്നും ഒരു പിടുത്തമില്ല, പറയാനുള്ളത് പറഞ്ഞത് മാത്രം. പിന്നെ നിയമം ഇവിടെ നിൽക്കുന്നവർക്ക് ബാധകമായണോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. മിക്കവാറും ആകാൻ സാധ്യതയില്ല. കാരണം നമ്മൾ അതിൻ്റെ മുമ്പ് കയറി പോകുന്നത്, നിയമം പാസ്സാകുന്നതിന് മുമ്പ് കയറി പോകുന്നതാണല്ലോ. അപ്പം നിയമം പാസ്സായി കഴിഞ്ഞ് വരുന്നവർക്കാണ് കൂടുതലും ഇത് വിട്ട്
പണി കിട്ടാൻ സാധ്യത. ബാക്കിയുള്ളവർക്ക് അതും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവരെ കയ്യിലിരിപ്പ് കാരണം ഇവിടെ ഉള്ളവർക്കും പണി കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ UK എങ്ങനെയാണ്, അവർക്ക് കാശ് മതി, കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആവശ്യമില്ല. എന്താല്ലേ? അപ്പം ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. UK ഉള്ളവരാണെങ്കിലും ഈ അവസാനം ഉണ്ടാക്കി വന്നവരാണെങ്കിലും രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുക. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുക, അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇസ്മി ഷാരോൺ സൈനിങ് ഓഫ്. അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യുക. ആ കൂടെ ഞാനും കൂടി ഒന്ന്. ഓക്കെ, ബൈ.